ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുകുത്തി കാനഡ. പ്രഖ്യാപിച്ച ഡിജിറ്റൽ സേവന നികുതി റദ്ദാക്കി പ്രധാനമന്ത്രി മാർക്ക് കാർണിയും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് കാനഡ ധനകാര്യ മന്ത്രാലയം. സമാധാനപരമായ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഒരിക്കലും അവസാനിക്കില്ല എന്ന് ഐക്യരാഷ്ട്രസഭയിൽ നിലപാടെടുത്തു ഇറാന്റെ അംബാസഡർ അമീർ സയ്യിദ് ഇറവാനി. ആണവായുധം സ്വന്തമാക്കുന്നതാണ് യുഎസിന്റെ പ്രശ്നമെങ്കിൽ ഇറാന് പകരം ഇസ്രായേലിലെ ആണവ കേന്ദ്രത്തിലായിരുന്നു യുഎസ് ബോംബർ വിമാനങ്ങൾ ബോംബിടേണ്ടിയിരുന്നതെന്ന് തുറന്നടിച്ച് സൗദിയിലെ തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ. യുകെയിൽ വിവിധ സുരക്ഷാ ഏജൻസികളും സ്ഥാപനങ്ങളും ജോലി അപേക്ഷകരിൽ നിന്നും ഈ വിസകൾ തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കില്ലെന്ന് റിപ്പോർട്ട്. യുകെയുടെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന മാഞ്ചസ്റ്റർ സെന്റ് തോമസ് ദി അപ്പോസ്തലൻ മിഷനിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മാർ തോമസ് ലീഹായുടെ വിശുദ്ധ അൽഫോൺസാമ്മയുടെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്ക് ഞായറാഴ്ച കൊടിയേറി. ബർമിംഗ്ഹാം സട്ടൺ കോൾഫീൽഡ് വിൻഡിലെ ലഷർ സെന്റർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന യുക്മ ദേശീയ കായികമേളയിൽ മിഡ്ലാൻഡ്സ് റീജിയൻ തുടർച്ചയായ 4ാം തവണയും ഓവറോൾ ചാമ്പ്യന്മാരായി. വാർവിക് ആൻഡ് ലെമിംഗ്ടൺ മലയാളി അസോസിയേഷൻ ചാമ്പ്യൻ അസോസിയേഷൻ പട്ടം നേടി. കുവൈറ്റിൽ നാളെ മുതൽ എക്സിറ്റ് പെർമിറ്റ് നിയമം നടപ്പാക്കും. ഇതുവരെ ഇഷ്യൂ ചെയ്തത് 22,000 പെർമിറ്റുകൾ. എക്സിറ്റ് പെർമിറ്റ് ഇല്ലാത്ത പ്രവാസി താമസക്കാർക്ക് നാളെ മുതൽ വിമാനയാത്ര അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പുമായി എയർലൈനുകൾ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുന്നു. ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ്. ജാർഖണ്ഡിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് സ്കൂളുകളിൽ മേൽക്കൂരയിൽ ഒരു രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടേണ്ടി വന്ന 162 കുട്ടികളെയും രക്ഷിച്ചു. വാർത്തകൾ വിശദമായി. ഒടുവിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുകുത്തി കാനഡ നികുതി പരിഷ്കാരങ്ങൾ പിൻവലിച്ചു. കാനഡ അടുത്തിടെ പ്രഖ്യാപിച്ച ഡിജിറ്റൽ സേവന നികുതി റദ്ദാക്കി യുഎസുമായുള്ള വ്യാപാര ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഈ പിൻവാങ്ങൽ. ലെവി സംബന്ധിച്ച തർക്കത്തിനിടയിൽ ഡൊണാൾഡ് ട്രംപ് വ്യാപാര ചർച്ചകൾ അവസാനിപ്പിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് നികുതി റദ്ദാക്കിക്കൊണ്ടുള്ള രാജ്യത്തെ ധനകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. ജൂലൈ 21-നകം ഒരു കരാറിൽ ധാരണയിലെത്തുന്നതിനായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. കാനഡയുമായി ഒരു വ്യാപാര കരാറിനായി ചർച്ചകൾ നടത്തിവരികയാണെന്നും കാനഡ യുഎസ് ടെക്നോളജി കമ്പനികൾക്ക് അന്യായമായ നികുതി ചുമത്തുന്നു എന്ന് ആരോപിച്ച് ട്രംപ് യുഎസിനെതിരായ കാനഡയുടെ പ്രത്യക്ഷവും പ്രകടവുമായ ആക്രമണം നടക്കുന്നതായും ആരോപിച്ചു. ആണവായുധ വ്യാപനം തടയുന്നതിനുള്ള ഉടമ്പടി പ്രകാരം സമാധാനപരമായ ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഒരിക്കലും അവസാനിക്കില്ല എന്ന് ഐക്യരാഷ്ട്രസഭയിൽ നിലപാടെടുത്ത് ഇറാന്റെ അംബാസഡർ അമീർ സയ്യിദ് ഇറവാനി. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും എന്നാൽ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ട നിരുപാധിക കീഴടങ്ങൽ ചർച്ചയല്ല എന്നും അമീർ സയ്യിദ് ഇറവാനി വ്യക്തമാക്കി. സമ്പുഷ്ടീകരണം ഇറാന്റെ അനിഷേധ്യമായ അവകാശമാണ്. ഈ അവകാശം ഞങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഡയറക്ടർ ജനറലായ റാഫേൽ ഗ്രോസിയുടെ സുരക്ഷയ്ക്കോ ഏജൻസിയുടെ ഇൻസ്പെക്ടർമാർക്കെതിരായ തന്റെ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഭീഷണിയുണ്ടോ എന്നതും ഇറാനിയൻ യുഎൻ പ്രതിനിധി നിഷേധിച്ചു. ന്യൂയോർക്ക് മേയറായി മത്സരിക്കുന്ന ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥി മംദാനി കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന ആരോപണം ഉയർത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ന്യൂയോർക്ക് നഗരത്തിന് ഫെഡറൽ ഫണ്ടുകൾ നൽകില്ലെന്ന ഭീഷണിയും മുഴക്കി. മംദാനി ജയിക്കുന്ന കാര്യം തനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ലെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ താൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന ട്രംപിന്റെ ആരോപണങ്ങൾ മംദാനി നിഷേധിച്ചു. ഏറ്റവും ധനികരായ ന്യൂയോർക്കുകാരുടെ നികുതി വർദ്ധിപ്പിക്കാനുള്ള തന്റെ പ്രതിബദ്ധത മംദാനി വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. യുഎസ് പൗരാവകാശ പ്രവർത്തകനായ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് താൻ ഇങ്ങനെ പറഞ്ഞത് എന്ന വിശദീകരണമാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. കഴിഞ്ഞ വർഷം വിവിധ സ്ഥാപനങ്ങളുടെയും പരിപാടികളിലൂടെയും ഫെഡറൽ ഗവൺമെന്റിൽ നിന്നും $100 ബില്യൺ ന്യൂയോർക്ക് നഗരത്തിലേക്ക് എത്തിയത് എന്നാണ് കണക്ക്. വടക്കൻ മെക്സിക്കോയിലെ സിയാഡ് ജുവാരിസിലെ ഒരു സ്വകാര്യ ശ്മശാനത്തിൽ 381 മൃതദേഹങ്ങൾ സംസ്കരിക്കാതെ കൂട്ടിയിട്ട നിലയിൽ പോലീസ് കണ്ടെത്തി. ശ്മശാനത്തിൽ ക്രമരഹിതമായി നിക്ഷേപിച്ച 381 മൃതദേഹങ്ങൾ ദഹിപ്പിച്ചിട്ടില്ല. ശ്മശാനം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ വിവിധ മുറികളിൽ മൃതദേഹങ്ങൾ വ്യക്തമായ ക്രമത്തിൽ അടുക്കി വെച്ചിരിക്കുകയായിരുന്നു എന്ന് ചിഹുവാഹുവ സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർ ഓഫീസ് വക്താവ് എലോയ് ഗാർസിയ പറഞ്ഞു. എല്ലാ മൃതദേഹങ്ങളും അടുക്കി ഇട്ടിരിക്കുന്നുവെന്നും ഇവയിൽ ചില അവശിഷ്ടങ്ങൾ 2 വർഷത്തോളം പഴക്കമുണ്ട് എന്നും അധികൃതർ കണക്കാക്കി. ആണവായുധം സ്വന്തമാക്കുന്നതാണ് യുഎസിന്റെ പ്രശ്നമെങ്കിൽ ഇറാന് പകരം ഇസ്രായേലിലെ ആണവ കേന്ദ്രത്തിലായിരുന്നു യുഎസ് ബോംബർ വിമാനങ്ങൾ ബോംബിടേണ്ടിയിരുന്നതെന്ന് തുറന്നടിച്ച് സൗദിയിലെ തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ.
തന്റെ പിതാവ് ഫൈസൽ രാജാവിന്റെ പാത പിന്തുടർന്ന് ഇരട്ടമുഖമുള്ള ഡൊണാൾഡ് ട്രംപ് അധികാരമൊഴിയും വരെ താൻ US സന്ദർശിക്കില്ലെന്ന് കഠിന ശപഥമെടുത്തു തുർക്കി അൽ ഫൈസൽ. GCC രാജ്യങ്ങളിലെ ആൺകുട്ടി ചുണക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അതിൻ്റെ അർത്ഥം മറ്റ് GCC രാജ്യ തലവന്മാർ ഒന്നിനും കൊള്ളാത്തവർ എന്നുമല്ല. ഉറച്ച നിലപാടുകൾ പിന്നെ പറയാനായി മാറ്റിവെക്കാതെ പറയേണ്ട സമയത്ത് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് മറ്റാരുമല്ല സൗദിയിലെ തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ. ആൾ ചില്ലറക്കാരനൊന്നുമല്ല. സൗദി ഭരണാധികാരിയായിരുന്ന ഫൈസൽ രാജാവിൻ്റെ മകനാണ് തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ. പേര് പോലെ തന്നെ ഒരു വെറൈറ്റിയാണ്. സൗദി ഇൻ്റലിജൻസ് വിഭാഗം മേധാവിയായിരുന്നു. US മുൻ സൗദിയുടെ അംബാസിഡറുമായിരുന്നു. അപ്പോൾ പറയുന്ന വാക്കിന് US ബന്ധപ്പെട്ട വാക്കുകൾക്കൊക്കെ വ്യക്തതയുണ്ടാകും, വിലയുണ്ടാകും. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ലോകത്തെ ഒരു രാജ്യം ആണവായുധം സ്വന്തമാക്കുന്നതാണ് US പ്രശ്നമെങ്കിൽ ഇറാനിലല്ല ബോംബിടേണ്ടിയിരുന്നത്, ഇസ്രയേലിലെ ആണവ കേന്ദ്രത്തിലായിരുന്നു US ബോംബർ വിമാനങ്ങൾ ബോംബിടേണ്ടിയിരുന്നത് എന്ന് തുറന്നടിച്ച് അമേരിക്കയും ഇസ്രയേലിനെയും ഇറാനെയും ഒക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് അൽ ഫൈസൽ രാജകുമാരൻ. എന്നിട്ട് മനുഷ്യൻ തീരുന്നില്ല. തൻ്റെ പിതാവിൻ്റെ പാത പിന്തുടർന്ന് ഇരട്ടമുഖമുള്ള ഡൊണാൾഡ് ട്രംപ് എന്ന് വരെ US പ്രസിഡന്റായി അധികാരത്തിലുണ്ടാകുമോ അന്ന് വരെ താൻ US കാല് കുത്തില്ലെന്ന് കടുത്തൊരു ശപഥവും എടുത്തിട്ടുണ്ട്. പണ്ട് US പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ച് എല്ലാവിധ സഹായവും സഹകരണവും വാരിക്കോരി കൊടുത്തു. അതോടെ അന്നത്തെ ഫൈസൽ രാജകുമാരൻ ഹാരിസ് ട്രൂമാൻ സ്ഥാനം ഒഴിയുന്നതുവരെ താൻ US കാലുകുത്തിലെന്നൊരു ശപഥമെടുത്തിരുന്നു. അത് അദ്ദേഹം ട്രൂമാൻ സ്ഥാനം ഒഴിയുന്നതുവരെ അത് പാലിക്കുകയും ചെയ്തു. UK വിവിധ ഏജൻസികളും സ്ഥാപനങ്ങളും ജോലി അപേക്ഷകരിൽ നിന്നും ഈ വിസകൾ തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കില്ലെന്ന് റിപ്പോർട്ട്. ലക്ഷക്കണക്കിന് സെക്യൂരിറ്റി ഗാർഡുകൾക്ക് ലൈസൻസ് നൽകുന്ന ഹോം ഓഫീസ് സ്പോൺസർ ചെയ്ത ഏജൻസി, ബാങ്കുകൾ, ചില അക്കാദമിക് സ്ഥാപനങ്ങൾ എന്നിവരും ഈ വിസകൾ സ്വീകരിക്കാൻ വിസമ്മതിച്ചതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. താമസിക്കുവാനും വാടക നൽകുവാനും ജോലി ചെയ്യുവാനും ആനുകൂല്യങ്ങൾ ക്ലെയിം ചെയ്യാനുമുള്ള അവകാശത്തിന്റെ തെളിവ് കാണിക്കുന്ന ഫിസിക്കൽ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റുകൾക്ക് പകരമായാണ് ഈ വിസകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് നടപ്പാക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് ഏജൻസികളുടെ വാദം. യോഗ്യതയുടെ തെളിവായി ഈ വിസകൾ ഉപയോഗിച്ച് ചൈൽഡ് ബെനിഫിറ്റ് ആക്സസ് ചെയ്യുന്ന ക്ലയന്റുകളിൽ ചില NGOകൾ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലൈസൻസ് അപേക്ഷാ പ്രക്രിയയുടെ ഭാഗമായി ഈ വിസകൾ സ്വീകരിക്കുന്നതിന് മുമ്പ് സെക്യൂരിറ്റി ഇൻഡസ്ട്രിയൽ അതോറിറ്റി പ്രവർത്തന സംവിധാനങ്ങൾ മാറ്റങ്ങൾ ആവശ്യമാണെന്നും ഹോം ഓഫീസ് സ്ഥിരീകരിച്ചു.